ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൊറോണ അടക്കമുള്ള വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനത്തിനായി ആശുപത്രി അറ്റൻഡന്റ് ഗ്രേഡ് 2 തസ്തികകളിൽ 18 ഒഴിവുകളിലേക്ക് 675 രൂപ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ 58 വയസ്സിൽ താഴെ പ്രായമുള്ള ശുചീകരണ ജീവനക്കാരെ താൽക്കാലികമായി 89 ദിവസത്തേക്ക് നിയമിക്കുന്നതിന് കുടുംബശ്രീ സന്നദ്ധ സംഘടന ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ ഫെബ്രുവരി 8 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാവേണ്ടതാണ്. അടുത്തത് സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൽ ഓവർസിയർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ BE സിവിൽ എഞ്ചിനീയറിംഗും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി 9 വൈകിട്ട് 5 മണിക്കകം SSK ജില്ലാ ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയം, സമഗ്ര ശിക്ഷ കേരള, തൃശൂർ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂൾ കോമ്പൗണ്ട്, പാലസ് റോഡ്, തൃശൂർ. പിൻ നമ്പർ 680020. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ സമഗ്ര ശിക്ഷ പദ്ധതിയിൽ സിവിൽ വർക്ക് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഓവർസിയറെ നിയമിക്കുന്നതിന് വോക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 2 മണിക്ക് SSK ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ സമഗ്ര ശിക്ഷ കേരളം സിവിൽ വർക്ക് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഓവർസിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക് അല്ലെങ്കിൽ BE, കൂടാതെ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രായപരിധി 36 വയസ്സ് വരെയാണ്. OBC-കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഫെബ്രുവരി 16 രാവിലെ 10 മണിക്ക് SSK കൊല്ലം ജില്ലാ ഓഫീസിൽ വോക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ SSK ജില്ലാ കാര്യാലയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓവർസിയർ നിയമനത്തിനുള്ള അഭിമുഖം ഫെബ്രുവരി 12 രാവിലെ 10 മണിക്ക് ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 3 വർഷത്തെ പ്രവൃത്തി പരിചയം, അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള BE സിവിൽ എഞ്ചിനീയറിംഗും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ആലപ്പുഴ ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി നടപ്പിലാക്കുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ സ്നേഹധാര പദ്ധതിയിലേക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ വിശദമായ ബയോഡേറ്റയും ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഫെബ്രുവരി 9 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.